പ്രിയമുള്ളവരെ, ബാംഗ്ലൂർ കറങ്ങാൻ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സ്പോട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. എയർപോർട്ടിലോട്ടുള്ള റോഡുകളൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നിങ്ങൾ രാത്രിയാണ് എയർപോർട്ട് കാണാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭംഗി നല്ല രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. എയർപോർട്ടിലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് നേരിട്ട് വന്നിട്ട് തന്നെ കാണണം, അപ്പോഴേ അതിന്റെ ഭംഗി മനസ്സിലാവുകയുള്ളൂ. എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നമുക്ക് അധിക നേരം വാഹനം നിർത്താൻ കഴിയില്ല, ഫൈൻ ഈടാക്കും. അവരുടെ തന്നെ പാർക്കിംഗ് ഉണ്ട്, എയർപോർട്ട് പാർക്കിംഗ് ഉണ്ട്. അതിൽ നമ്മൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 മണിക്കൂർ അവിടെ കറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോരാം. ഇത് ടെർമിനൽ 2 ഇന്റർനാഷണൽ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇന്റർനാഷണൽ ഏരിയയിലോട്ടുള്ള ടെർമിനൽ 2 ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നേരെ ഇങ്ങോട്ടാണ് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഏരിയയിലോട്ട് പോകും, ടെർമിനൽ 1 അത് ഇത്ര ഭംഗിയൊന്നുമില്ല കാണാൻ. ഇത് ഹൈദരാബാദ് മെയിൻ ഹൈവേയിലാണ് വരുന്നത്, കമ്പഗോഡ ഇന്റർനാഷണൽ എയർപോർട്ട്. നിങ്ങൾ നന്ദി ഹിൽസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ, നന്ദി ഹിൽസിൽ ഉച്ച കഴിഞ്ഞാണ് നിങ്ങൾ പോണത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 6 മണി വരെ നന്ദി ഹിൽസിൽ കറങ്ങിയിട്ട് നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഇവിടെ കയറിയിട്ട് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് എയർപോർട്ട് നല്ല രൂപത്തിൽ തന്നെ കണ്ട് മടങ്ങാൻ കഴിയും. ബാംഗ്ലൂർ വരികയാണെങ്കിൽ നിങ്ങൾ എയർപോർട്ട് കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്, തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. അതുപോലെ ഫ്ലൈറ്റിന്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം അവിടെ ഉണ്ട് കേട്ടോ. അതിന് പ്രത്യേകം ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ അതിനൊരു പ്രത്യേക ബാൽക്കണി തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതും ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു സെക്ഷൻ വരുന്നത് അറൈവൽ ഏരിയ ആണ് കേട്ടോ. അറൈവൽ ഏരിയയിൽ പോവുകയാണെങ്കിലും അവിടെ നമുക്ക് ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് മുഷിയേണ്ട ആവശ്യമില്ല. അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വെയിറ്റിംഗ് ലോഞ്ചും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് അറൈവൽ ഏരിയന്റെ വെയിറ്റിംഗ് ലോഞ്ച് ആണ് കേട്ടോ. കണ്ടില്ല, ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോയിട്ടാണ് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ടത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് പോവുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.